CPM-ന്റെ നീക്കം അങ്ങേയറ്റത്തെ അപലപനീയമാണ്. ഇതുകൊണ്ടൊന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല. വോട്ടർമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDF-നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ BJP-യും CPM-ഉം തമ്മിൽ യോജിച്ച് നിന്നുകൊണ്ട് UDF-നെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ തനി വർഗീയതയാണ് പറയുന്നത്. പാണക്കാട് തങ്ങളെ പോലെയുള്ള ബഹുമാന്യനായ ഒരു വ്യക്തിയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പാലക്കാട് BJP-യും ജയിക്കില്ല, LDF-ഉം ജയിക്കില്ല. അവിടെ രാഹുൽ മാക്കൂട്ടത്തിലായിരിക്കും വൻപിച്ച ഭൂരിപക്ഷം നേടി വിജയിക്കാൻ പോകുന്നത്. AK ബാലൻ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയാം. AK ബാലൻ തന്നെയാണ് നേരത്തെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത്, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തത്. ആ ആളാണ് ഇപ്പൊ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. അതെനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിക്കതിനെപ്പറ്റി അറിയാത്ത കാര്യമാണ്. എനിക്കറിയില്ല. അത് ഞാര് ഭരിച്ചാലും സഹകരണ ബാങ്കുകളെ നടക്കുന്ന തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത്. ഇന്ന് സഹകരണ ബാങ്കിൽ ആളുകൾ പണം നിക്ഷേപിക്കാൻ മടിക്കുകയാണ്. കാരണം പല സഹകരണ ബാങ്കുകളിലും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ കൊണ്ട് നിക്ഷേപകർ ബുദ്ധിമുട്ടുകയാണ്. അതേ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഓരോ ബാങ്കുകളിലും ഉണ്ടാകുന്ന ക്രമക്കേടുകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണേണ്ടത് സർക്കാരാണ്, സഹകരണ വകുപ്പാണ്. ആ വകുപ്പാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും റിയാസ് പാണക്കാട് തങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. പാണക്കാട് തങ്ങന്മാർക്ക് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. അതൊരു മതേതര പാരമ്പര്യമാണ്. അന്നും മതേതരത്വം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണവർ. കേരളത്തിൽ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന നേതൃത്വമാണ് പാണക്കാട് തങ്ങന്മാർക്കുള്ളത്. ആ പാണക്കാട് തങ്ങന്മാരെ ഇകഴ്ത്തി കാണിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന പരിശ്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മതേതര കേരളം ഒരിക്കലും അത് അംഗീകരിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ.